ജനസാഗരത്തെ ഇളക്കിമറിച്ച് ശംഖുമുഖത്ത് നാവികസേനയുടെ കടൽ ആകാശ ശക്തി പ്രകടനം. വലിയ തുറ മുതൽ വലിയ വേളി വരെ നിരന്ന യുദ്ധക്കപ്പലുകളുടെ പ്രകടനം തീരത്തു നിരന്ന പതിനായിരങ്ങളെ ആവേശത്തിലാക്കി. ബുധനാഴ്ച വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിയതോടെ ആചാര വെടിക്ക് സമാനമായി വേളി ഭാഗത്തുനിന്ന് ശംഖുമുഖത്തെത്തിയ യുദ്ധക്കപ്പലിൽ നിന്ന് ആകാശത്തേക്ക് 3 റൗണ്ട് വെടിവെച്ചു. ശംഖുമുഖം ഇളക്കിമറിച്ച നാവികസേനയുടെ കടൽ ആകാശ വിസ്മയം. വലിയ തുറ മുതൽ വേളി വരെയുള്ള തീരത്ത് തടിച്ചുകൂടിയ ജനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു കപ്പലിൽ നിന്ന് വെടിയുതിർത്തത്. വിഴിഞ്ഞം കടലിന് സമീപം നങ്കൂരമിട്ടിരുന്ന ഇന്ത്യയുടെ കൂറ്റൻ പടക്കപ്പലും വിമാനവാഹിനിയുമായ INS വിക്രാന്ത് തീരക്കടലിലേക്ക് അടുപ്പിച്ചതോടെ തീരത്ത് കയ്യടികളുടെ തിരമാലകൾ ഉയർന്നു. തൊട്ടു പിന്നാലെ ദേശീയ പതാക വഹിച്ചുകൊണ്ടുള്ള ചേതക് ഹെലികോപ്റ്ററുകളെത്തി രാഷ്ട്രപതിക്ക് സല്യൂട്ട് നൽകിയതോടെ ശംഖുമുഖം തീരത്ത് ആരവങ്ങളുയർന്നു. ആഴക്കടലിൽ നിന്ന് 2 കപ്പലുകളുടെ അകമ്പടിയോടെ 6-ലധികം ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളെത്തി തിരമാലകളെ ഇളക്കിമറിച്ച് ശത്രുവിനെ നേരിടുന്ന പ്രകടനങ്ങളും കാണികളെ കോരിത്തെരിപ്പിച്ചു. ഈ പ്രകടനം നടക്കുന്നതിനിടയിൽ MH-60 വിഭാഗത്തിലുള്ള ഹെലികോപ്റ്ററുകളെത്തി ആകാശത്ത് വർണ്ണവെളിച്ചം വിതറി. തീരം തിങ്ങി നിറഞ്ഞിരുന്ന കാണികൾ വലിയ കയ്യടിയാണ് ഇതിന് നൽകിയത്. P-8 വിമാനത്തിൽ നിന്ന് വർണ്ണത്തിലും ദേശീയ പതാകയുടെ നിറത്തിലുമുള്ള 3 പാരച്യൂട്ടുകളാണ് ശംഖുമുഖം തീരത്തിറങ്ങിയത്. ഡോണിയർ വിമാനങ്ങളും MiG-29 വിമാനങ്ങളും പൂത്തിരിക്ക് സമാനമായ വർണ്ണവെളിച്ചമാണ് വിതറിയത്. തൊട്ടു പിന്നാലെ വന്ന ഹെലികോപ്റ്ററുകൾ ഒന്നിനു മുകളിൽ ഒന്നൊന്നായി നിരന്ന വെളിച്ചം വിതറി നടത്തിയ വേറിട്ട പ്രകടനവും നാവികസേനാ ദിനത്തിൽ ശ്രദ്ധേയമായി. കൊളംബോയിലെ രക്ഷാദൌത്യം കഴിഞ്ഞ് ശംഖുമുഖത്ത് തിങ്കളാഴ്ച വൈകിട്ടോടെ എത്തിയ ഇന്ത്യയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ആയിരുന്നു യുദ്ധക്കപ്പലുകളിൽ സ്റ്റാറായിരുന്നത്. 30 വിമാനങ്ങളെ വഹിക്കുവാൻ ശേഷിയുള്ള വിമാനത്തിൽ നിന്ന് പോർ വിമാനം പറന്നുയർന്ന് നടത്തിയ അഭ്യാസത്തിന് കൈയടികളുടെ അലയടികളോടെയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ശംഖുമുഖം തീരം സാക്ഷ്യം വഹിച്ചത്. തൊട്ടു പിന്നാലെ യുദ്ധസമാനമായ രംഗം സൃഷ്ടിച്ചിറങ്ങിയ ഹെലികോപ്റ്ററുകളും വിക്രാന്തിനെ യുദ്ധക്കപ്പലുകളുടെ സ്റ്റാറാക്കി. വൈകുന്നേരം 6:30 വിക്രാന്ത് ശംഖുമുഖം തീരം വിട്ടു.